അതെ, ഹാർവേർഡ് മെഡിക്കൽ സയൻസിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയ ഡോക്ടർ, 4.84 സ്റ്റാർ റേറ്റിംഗ്, 5 ലക്ഷത്തിൻ്റെ സർജറി, അതും ഫ്രീ. ഈ ഡീല് ക്രാക്ക് ചെയ്ത ഞാനൊരു ബുദ്ധിമാൻ തന്നെ. അതെ, മൂക്കും കൂടെ മാറ്റി വെച്ചാൽ ബ്യൂട്ടി വിത്ത് ബ്രെയിൻസ്. ഞാൻ 2 മാസം മുമ്പേ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. സോ a lot of people came and comments and DMs and they asked me, ദീപക് ജിയുടെ മുഖത്തിന് എന്ത് പറ്റി, ദീപക് ജിയുടെ മൂക്കിന് എന്ത് പറ്റി? So I would like to confess to you all today, I got a nose job 4 months back. ഇപ്പോൾ നിങ്ങളെൻ്റെ മൂക്കിലോട്ടല്ലേ ശ്രദ്ധിക്കുന്നത്? അപ്പോൾ നിങ്ങളൊരു വളവ് കാണുന്നില്ലേ? ഇത് ജന്മന ഉള്ളതല്ല. എൻ്റെ പണ്ടൊരു വളരെ ബ്യൂട്ടിഫുൾ നോസായിരുന്നു. ഞാൻ ഈ നോസ് ജോബ് ചെയ്ത് എൻ്റെ മൂഞ്ചി പോയതാണ്. ഞാൻ നോസ് ജോബ് ചെയ്യാനുള്ള കാരണം, എനിക്ക് OCCD എന്ന് പറഞ്ഞൊരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനുണ്ട്, ഒബ്സസീവ് കമ്പൾസീവ് കൂപ്പൺ ഡിസോർഡർ. കൂപ്പൺ ഫ്രീ, ബൈ 1 get 1, ക്യാഷ് ബാക്ക്, ട്രീറ്റ്, ഓഫർ എന്ന് കേട്ടാൽ പിന്നെ ഞാൻ തന്നെ ആവാതെയാവും. എനിക്ക് ചിന്തിക്കാൻ പറ്റൂല ഇത് വേണോ വേണ്ടയോ എന്നുള്ളത്. എനിക്ക് ആകെ മൊത്തം ഒരു വളരെ വലിയൊരു സൈക്കിക് വൈബ്രേഷൻ ആവും. ഇല്ല, ഇപ്പോൾ എനിക്ക് ഓഫർ എന്ന് കേട്ടാൽ ഞാൻ അപ്പാവും, എനിക്ക് ഈ ഓഫർ വേണം, നിങ്ങൾ എനിക്ക് ഈ ഓഫർ തരണം, ഞാൻ ഈ ഓഫർ ഇങ്ങ് എടുക്കുക. അതെ, എനിക്ക് ആകെ അറിയാവുന്നൊരു ഫിഗർ ഇതാ, ഞാനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. നിങ്ങൾ ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ലേ? ഷോ കഴിഞ്ഞിട്ട് പറയല്ലേ മണിയൻ പിള്ള രാജുയുടെ ഫിഗർ അടിക്കുകയാണ്. I also grew up in a middle class family. I think when like people make money, they become rich. But when middle class people make money, they don't become rich. They become upper middle class. Because middle class is not a financial state. It's a ninja mindset. Right? In medical science, it's known as നാട്ടുകാരെന്ത് പറയും syndrome. ഓർമ്മയുണ്ടോ ഈ മുഖം? Don't try to play the fool with me, doctor. We don't show off on what we spend. We show off on how we save. For instance, my sister, the other day she bought a green leather bag. She threw it at me with pride. I looked at the price tag, rupees 17,999. I said, wow. Then she told me, I got it on Amazon for 90% off. Clearance sale. She's not proud about the bag, she's proud about the offer. She thinks that she exploited Amazon. Yeah. She thinks that Jeff Bezos is over there like Deepika has been a good girl last year. Give her another 50%. Company nashtathil kuഴപ്പമില്ല. She was full show off with the bag. She put a story on Instagram. On DM she got a Flipkart link. Same bag on Flipkart, 499 rupees. Yeah, no offer, free shipping. She couldn't return the bag because clearance sale. So now she carries emotional baggage on her shoulder also. ഞാൻ ഈ വർഷമാണ് ഒരു കോർപ്പറേറ്റ് ജോലിയിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഐ വിൽ ടേക്ക് മൈ ഫ്രണ്ട്സ് ഔട്ട് ഫോർ ട്രീറ്റ് അറ്റ് എ ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ സാർ ഒരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ് പോകുമ്പോൾ വാട്ട് ഡു യു ഒബ്സർവ്? Ambience. What do you observe? Food? Okay. But my entire focus is on that mineral water bottle. And accidentally that day my friend opened it. And all the anger bottled inside me just came out. Free ആയിട്ട് വെള്ളം കിട്ടുമ്പോഴാണോ ആരെങ്കിലും? ഞാൻ 2022 I had quit my job to pursue stand-up comedy full time. കാരണം എനിക്ക് എന്നിൽ തന്നെ 150% കോൺഫിഡൻസ് ഉണ്ട് നന്നാവും എന്നുള്ള. അപ്പോൾ പിന്നെ ലൈഫ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കണമെങ്കിൽ എന്തെങ്കിലും ചലഞ്ചിങ് വേണ്ടേ? അപ്പോൾ ഞാൻ വിചാരിച്ചു പണിയെടുക്കാൻ നന്നാവണം. ഇപ്പോൾ തന്നെ എൻ്റെ പല ഫ്രണ്ട്സിനൊക്കെ 500K ഫോളോവേഴ്സ് ആകുമ്പോൾ എനിക്ക് പുച്ഛമാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിട്ടിട്ടാൽ ആരാണ് നന്നാവാത്തത്? മണ്ടൻ. ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ പാഷൻ ഫോളോ ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലുള്ള കാശൊക്കെ തീർന്നു. ഞാൻ കടത്തിലായി. അതെ, ഞാൻ തിരിച്ച് ജോലിയിൽ ജോയിൻ ചെയ്തു. പക്ഷേ കോർപ്പറേറ്റിൽ 1 മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പാഷൻ മസ്റ്റാണ്. കാരണം എനിക്ക് ജോലി ചെയ്യാൻ വയ്യ, കോർപ്പറേറ്റ് എന്നെ കൊണ്ട് പറ്റില്ല. ഈ കമ്പനി എന്നെ പറഞ്ഞു വിടുന്ന മുമ്പേ ഞാൻ ക്വിറ്റ് ചെയ്യണം. പക്ഷേ ഞാൻ കമ്പനിയിൽ വന്നിട്ട് ആകെ 1.5 മാസമേ ആയിട്ടുള്ളൂ. ഞാൻ ഇപ്പോഴേ ക്വിറ്റ് ചെയ്ത ആൾക്കാരായിരിക്കും ഞാനൊരു തോൽവിയാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ജയിക്കണം. ഈ സമയത്താണ് ഐ ഹാപ്പൻ ടു റീഡ് എ ബുക്ക് ഓൺ ബ്രീത്തിങ്. ആൻഡ് ഇഫ് യു വാണ്ട് റെക്കമെൻഡേഷൻസ് ഓൺ ബുക്ക് ഓൺ ബ്രീത്തിങ്, ജസ്റ്റ് ഡൈ. ഞാൻ കൂർക്കം വലിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ക്ഷേമമുള്ളൊരു സാധനമാണ്. ഞാനിപ്പോൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഞാൻ പലപ്പോഴും ഉറങ്ങാറ് പോലുമില്ല, കാരണം ഞാൻ അത്രയും കോൺഷ്യസ് ആണ്. അപ്പോൾ ഞാൻ ഈ ബുക്ക് വായിച്ചപ്പോൾ ഈ ബുക്കിൽ പറഞ്ഞൊരു സാധനം എന്ന് പറഞ്ഞാൽ കൂർക്കം വലിക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ മൂക്കിൻ്റെ അകത്തൊരു പാലമുണ്ട്, സെപ്റ്റം.
ഓക്കെ, ഈ സെപ്റ്റത്തിൽ വരുന്ന ഒരു ഡീവിയേഷനാണ്. ഇത് സെപ്റ്റോപ്ലാസ്റ്റി എന്ന് പറഞ്ഞൊരു സർജറി ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്ട്രേറ്റ് ആക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സർജറി ചെയ്യണം. എപ്പോൾ ചെയ്യണം? ഇപ്പോൾ ചെയ്യണം. കാരണം എന്താ, എൻ്റെ കയ്യിൽ ജോലിയുണ്ട്. ജോലി ഉണ്ടെങ്കിൽ എന്താ, കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഉണ്ട്. പ്രീമിയം കൊടുക്കുന്നുണ്ടെങ്കിൽ മുതലാക്കും ദീപക് ജി. ഞാൻ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തു ബെസ്റ്റ് ENT ഡോക്ടർ നിയർ മീ. അപ്പോൾ 4.84 സ്റ്റാർ റേറ്റിംഗ് ഉള്ള 162 റിവ്യൂസ് ഉള്ള ഡോക്ടർ ദേവ്തർഗ ഭട്ടാചാര്യ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഞാൻ അന്ന് വൈകിട്ട് തന്നെ നേരെ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഭയങ്കര പോഷ് ക്ലിനിക്ക്, വെള്ള മാർബിൾ, കുറേ ചെടികൾ, ഫൗണ്ടൻ, ബുദ്ധൻ. എനിക്ക് മനസ്സിലായി ഇതൊരു കത്തി സെറ്റപ്പാണ്. പക്ഷെ എൻ്റെ കാശല്ലല്ലോ ഏത്. ഡോക്ടർ ദേവ്തർഗ ഒരു പഠിപ്പിസ്റ്റ് ബംഗാളി, കണ്ണാടിയൊക്കെ വെച്ചിട്ട് പുള്ളിയുടെ ചുമരിലൊക്കെ മൊത്തം സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. പുള്ളിയുടെ അടുത്ത് പോയി പറഞ്ഞു ഡോക്ടർ ദേവ്തർഗ. അപ്പോൾ പുള്ളി പറഞ്ഞു ദേവ്തർഗ അല്ല, ദേവ്തർഗോ. അത് ഈ പഠിത്തമുള്ള ബംഗാളികൾ അങ്ങനെയാണ്. അവർ ഇംഗ്ലീഷിൽ തന്നെ വിയും എയും എഴുതിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ വായിക്കുമ്പോൾ അത് ബിയും ഓയും ആക്കണം. ഇനി തൊട്ട് ഇത് ഒരു കൈരളി TV പോലെയാണ്. അതായത് സംഭാഷണം വേറെ ഭാഷയിലാണേലും സംപ്രേഷണം മലയാളത്തിലായിരിക്കും. അപ്പോൾ ഞാനാണെങ്കിൽ പറഞ്ഞു ഡോക്ടർ ദേവ്തർഗോ, ഞാൻ കൂർക്കം വലിക്കാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എൻ്റെ മൂക്കിൻ്റെ പാലം സെപ്റ്റത്തിലൊരു ഡീവിയേഷൻ ഉണ്ട്. ഈ മെഡിക്കൽ കണ്ടീഷൻ്റെ പേരാണ് ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം. ഇത് സെപ്റ്റോപ്ലാസ്റ്റി എന്ന് പറഞ്ഞൊരു സർജറി കൊണ്ട് സോൾവ് ചെയ്യാം. ഇത് സിംഗിൾ ഡേയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സർജറിയാണ്. അത് കഴിഞ്ഞാൽ 7 ദിവസം നോസ് പാക്ക് വയ്ക്കണം. സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് മൈൽഡ് ഇറിറ്റേഷൻ ആൻഡ് നോസിയ. അപ്പോൾ ഡോക്ടർ ചോദിച്ചു ഞാനൊന്ന് ചെക്ക് ചെയ്തോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു യെസ് ഷുവർ. അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തു. ഡോക്ടർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു യെസ് ദീപകിൻ്റെ മൂക്കിൻ്റെ പാലത്തിലൊരു വളവുണ്ട്. പക്ഷേ ഇത് മിക്കവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. ഇതിപ്പോൾ സർജറിയൊക്കെ ചെയ്യണമെങ്കിൽ ഇതൊരു 2 lakh rupees ആവും. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഡോക്ടർ എനിക്കത് കുഴപ്പമില്ല കാരണം എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്. ഡോക്ടർ പറഞ്ഞു എനിക്കും കുഴപ്പമില്ല കാരണം എനിക്ക് EMI ഉണ്ട്. അങ്ങനെ നമ്മൾ രണ്ടുപേരും ബോണ്ടായി. ഡോക്ടർ കുറച്ചുകൂടെ എക്സൈറ്റഡ് ആയിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഡോക്ടർ ദീപകിൻ്റെ വളരെ എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞു ദീപകിൻ്റെ മൂക്കിൻ്റെ പുറത്തും ഒരു നല്ല വളവുണ്ട്. അത് നമുക്കാണെങ്കിൽ ഒരു നോസ് ജോബ് റൈനോപ്ലാസ്റ്റി ചെയ്ത് ശരിയാക്കാം. സാധാരണ ഇതിന് 3 lakh rupees ആവും. പക്ഷെ നമുക്കിത് ഇൻഷുറൻസ് ചെയ്ത് ഫ്രീ ആയിട്ട് ചെയ്യാം. എൻ്റെ ജീവിതത്തിലെ 32 വർഷത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ മൂക്കിലൊരു വളവുള്ളൊരു സാധനം. പക്ഷേ ഞാൻ ദീപികയുടെ അനിയനാണല്ലോ. ഒരാൾ ഫ്രീ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ, അതാണ് ഓസിന് കിട്ടിയാൽ ആസിഡും കുടിക്കണം എന്നാണ് എൻ്റെ വീട്ടുകാർ വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു യെസ് ഡോക്ടർ യെസ്. കാരണം എൻ്റെ മനസ്സിൽ എൻ്റെ മാത്ത് ക്ലിയർ ആണ്. ഞാൻ 2 മാസം വർക്ക് ചെയ്തു, 7 ലക്ഷം രൂപ ഉണ്ടാക്കി. 2 ലക്ഷം രൂപ ശമ്പളം, 5 ലക്ഷം രൂപയ്ക്ക് ഞാൻ എൻ്റെ മൂക്ക് മാറ്റി വെച്ചു. ഇതൊക്കെ എനിക്ക് വീട്ടിൽ പോയി എൻ്റെ നാട്ടിലും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോയി പറയാമല്ലോ. അപ്പോൾ ഞാനൊരു മൈൻഡിൽ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഡോക്ടർ യെസ് ഡോക്ടർ ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ ഡോക്ടർ കുറച്ചുകൂടെ എക്സൈറ്റഡ് ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ദീപകിൻ്റെ ലെഫ്റ്റ് ചീക്ക് റൈറ്റ് ചീക്കിൻ്റെയും കാട്ടി കുറച്ച് അകത്തോട്ടാണ്. അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഡോക്ടർ എനിക്ക് ആകെ 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസേ ഉള്ളൂ, പ്ലീസ്. അപ്പോൾ ഞാൻ ഡോക്ടറുടെ അടുത്ത് ചോദിച്ചു ഡോക്ടർ ഇതൊരു സർജറി, ഡോക്ടർ ENT ഡോക്ടറല്ലേ, ഈ സർജറി ചെയ്യേണ്ടത് ആക്ച്വലി ഒരു കോസ്മെറ്റിക് സർജനോ പ്ലാസ്റ്റിക് സർജനോ അല്ലേ? അപ്പോൾ ഡോക്ടർ ഉടനെ ചുമരിലോട്ട് ചൂണ്ടിക്കാണിച്ചു. അവിടെ ഗോൾഡൻ ഫ്രെയിം ഇട്ടൊരു സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ ഇൻ ഫേസ് റീകൺസ്ട്രക്റ്റീവ് സർജറി, ഹാർവേർഡ് മെഡിക്കൽ സയൻസ്. ഞാൻ വിചാരിച്ചു സെറ്റ്. 4.84 സ്റ്റാർ റേറ്റിംഗ്, ഹാർവേർഡ് മെഡിക്കൽ സയൻസിൽ നിന്ന് പഠിച്ചൊരു ഡോക്ടർ, 5 ലക്ഷം രൂപയുടെ സർജറി, അതും ഫ്രീ. ഈ ഡീല് ക്രാക്ക് ചെയ്ത എന്നെപ്പറ്റി ഓർത്ത് തന്നെ എനിക്ക് ഭയങ്കര അഭിമാനം. അതായത് സിസ്റ്റത്തിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത മിഡിൽ ക്ലാസ് കോമൺ മാൻ. ദൃശ്യത്തിലെ ജോർജ് കുട്ടി കഴിഞ്ഞാൽ അടുത്ത് സുഗന്ധം ദീപുവാണ്. ഞാൻ അപ്പോൾ വിചാരിക്കുന്ന അതാണ്, അതായത് എൻ്റെ ഒരു ലെവലിന് ഞാൻ ഈ ദാരിദ്ര്യം പിടിച്ച സ്റ്റാൻഡപ്പ് ഒന്നുമല്ല പിടിക്കേണ്ടത്. ഞാൻ കുറച്ച് മണീസുള്ള മോഡലിംഗ് ഒക്കെ എൻ്റെ പാഷൻ ആക്കേണ്ടത്. അതായത് ഡോക്ടർ നാളെ തന്നെ ചെയ്താലോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് പറ്റില്ല, ഒരു 3 days വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ 3 days വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഞാനൊരു ഹോസ്പിറ്റലിൽ പോയി. എൻ്റെ സർജറി ഹോസ്പിറ്റലിലായിരുന്നു. എനിക്ക് ആ ഹോസ്പിറ്റലിൻ്റെ പേര് പറയാൻ പറ്റില്ല, കാരണം അവരെൻ്റെ എതിരെ കേസ് എടുക്കും. അപ്പോളോ അല്ല, ഞാൻ സാധാരണ അപ്പോളോയിൽ പോകാറില്ല. കാരണം അപ്പോളോ പറഞ്ഞില്ലേ പോരണ്ട. ഇല്ല, ഓക്കെ, സോറി. ഞാനൊരു ക്ലൂ തരാം. ആ ഹോസ്പിറ്റലിൻ്റെ പേരിൽ മണി എന്നുണ്ട്. അതാ കത്തി സെറ്റപ്പ്. എൻ്റെ കാശല്ലല്ലോ, ഏത് ഞാൻ അടിച്ച് പോകാമെന്നുള്ള. അങ്ങനെ ഞാനാണെങ്കിൽ മറ്റേ ഗൗണൊക്കെ ഇട്ട് ആ സ്ട്രെച്ചറിൽ ഡ്രോമി ലൈക്ക് വൺ ഓഫ് യുവർ ഫ്രഞ്ച് ഗേൾസ് എന്ന് പറഞ്ഞ് കിടക്കുകയായിരുന്നു. അതെ,
ഒരു പൂ ചോദിച്ചു പോയ എനിക്ക് പൂങ്കാവനം തന്ന എൻ്റെ സ്വന്തം ഡോക്ടർ ദപ്തർഗോ. പുള്ളി കയറി വന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയി. ഞാൻ എനിക്ക് ഹായ് ഒക്കെ കാണിച്ചു. പുള്ളി പറഞ്ഞു ഓക്കെ സെറ്റ്, ഇന്ന് സർജറി സെറ്റ്. എന്നിട്ട് എനിക്ക് അനസ്തേഷ്യ കിട്ടി. അനസ്തേഷ്യ കിട്ടി കഴിഞ്ഞിട്ട് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു ഡൗട്ട് പോലെ. അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ എൻ്റെ മൂക്ക് ഈ നോസ്റ്റോപ്പൊക്കെ ചെയ്യുന്ന കൊള്ളാം, പക്ഷെ സമന്തേനെ പോലെ പെർഫെക്റ്റ് മൂക്കാക്കരുത്, ചെറിയ ടച്ചിങ്സ് ഒക്കെ മതി, അതായത് ആൾക്കാർ ഇത് ശ്രദ്ധിക്കരുത്, ഇത് ഫ്രീ ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഡോക്ടർ സെറ്റ്. ഞാൻ വിളിച്ചു എന്തൊരു ദേവതുല്യനായ മനുഷ്യൻ അല്ലേ, വാട്ട് എ നോബൽ പ്രൊഫഷൻ ഡോക്ടേഴ്സ്. അടുത്ത ജന്മമെങ്കിലും ഒരു ഡോക്ടറായിട്ട് ജനിക്കണം. അങ്ങനെ ബോധം പോയി എൻ്റെ. ഞാൻ സർജറി കഴിഞ്ഞ് എനിക്ക് ബോധം വന്നപ്പോഴാണ് എൻ്റെ മൂക്കിൻ്റെ മുകളിൽ ഒരു ഹർഭജൻ സിംഗ്, അതെ, ഒരു വലിയ കെട്ട്. ഞാനാണെങ്കിൽ അപ്പോൾ ചിന്തിച്ചു, ഞാനൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചില്ല. ഞാൻ അപ്പോൾ തന്നെ ഡോക്ടറിനെ വിളിച്ച് ചോദിച്ചു, ഡോക്ടർ ആക്ച്വലി ഈ സർജറി കഴിഞ്ഞാൽ, ഈ നോസ് ജോബ് കഴിഞ്ഞാൽ എൻ്റെ മൂക്ക് എങ്ങനെ ഇരിക്കും? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ദീപക് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, കാരണം ഞാനും ഈ സർജറി ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഡോക്ടറിൻ്റെ മൂക്കിലോട്ട് നോക്കുന്നത്. ഇത്രയും വൃത്തികെട്ട ഒരു മൂക്ക് ഇത് ജന്മനാ കിട്ടിയാൽ തന്നെ വളരെ മോശമാണ്. ഇത് ഞാൻ സർജറി ചെയ്ത് ഉണ്ടാക്കിയതാണെങ്കിൽ. പക്ഷെ എന്നാലും ഞാനാണെങ്കിൽ എൻ്റെ ധൈര്യം കൈവിട്ടില്ല. കാരണം പുള്ളി 4.84 സ്റ്റാർ റേറ്റിംഗ്, ഹാർവാർഡ് മെഡിക്കൽ സയൻസ്. ഞാൻ വിചാരിച്ചു ഇനി ഇത് പുള്ളി കണ്ണാടിയിൽ നോക്കി വല്ലതും ചെയ്തുകൊണ്ടായിരിക്കാം. വേറെ ഉള്ളവർക്ക് വല്ലതും ചെയ്യുമ്പം പുള്ളി വേറെ ഉള്ളവർക്ക് ചെയ്യുമ്പോൾ പുള്ളി എന്തായാലും ഭയങ്കര അടിപൊളിയായിട്ടായിരിക്കും ചെയ്യുന്നത്. ആൻഡ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു 1 വീക്ക് കഴിയുമ്പം നീര് തരും, നിങ്ങളുടെ മൂക്ക് സ്ട്രേറ്റ് ആവും, മൂക്ക് സെറ്റാകും. ഞാൻ അങ്ങനെ വീട്ടിൽ സിക്ക് ലീവ് ഒക്കെ എടുത്തിരുന്നു ഒരാഴ്ചത്തേക്ക്. ഞാൻ പുറത്തു പോയില്ല, ആരോടും പറഞ്ഞില്ല, കാരണം സീക്രട്ടാണിത്. ഞാനിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നീര് കുറഞ്ഞു. മൂക്കിനെ പോലെ ഒരു ഫെമിലിയർ സാധനം അവിടെ വന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും ഷേപ്പ് സെറ്റ് ആവുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരാഴ്ചയും കൂടെ അങ്ങനെ ഇരിക്കാം. ഞാനങ്ങനെ ഒരാഴ്ചയും കൂടെ വീട്ടിൻ്റെ അകത്തിരുന്നു. അത് കഴിഞ്ഞിട്ടും നീര് മൂക്കിൽ എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ അർഷദിനെ വീഡിയോ കോൾ ചെയ്തു. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്തിനാണ് ഈ പന്നിയുടെ ഫിൽറ്റർ ഇട്ടിരിക്കുന്നത്? എൻ്റെ ഇവിടെയൊക്കെ ഒരു ഇറിറ്റേഷൻ, ഞാൻ വിളിച്ച് ഉറുമ്പാണെന്ന്. പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഞാൻ കരയുകയായിരുന്നു. ഏറ്റവും കൂടുതൽ വിഷമം വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ്, എന്നെ ആർക്കും മനസ്സിലായില്ലെങ്കിലും എന്നെ മനസ്സിലാകുന്ന എൻ്റെ ഫോണിന്. അത് ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെയൊക്കെ ഉള്ളത് കാണിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ ഫേസ് റെക്കഗ്നിഷൻ പോലും വർക്കാകുന്നില്ല. എനിക്ക് ആക്ച്വലി എനിക്ക് പക്ഷെ ദേഷ്യം വരുന്നില്ല. കാരണം സാധാരണ എൻ്റെ ദേഷ്യം വരുന്ന എൻ്റെ മൂക്കിൻ്റെ തുമ്പത്താണ്, പക്ഷെ എൻ്റെ മൂക്കിന് തുമ്പില്ലായിരുന്നു. ഞാൻ എൻ്റെ ദേഷ്യമൊക്കെ കൂടെ നേരെ പോയ ക്ലിനിക്കിലോട്ട്. അതെ, ഒരു പൂ ചോദിച്ചപ്പോൾ എനിക്ക് പൂങ്കാവനം തന്ന ആ പൂ ഡോക്ടറിനോട് അതെ ഞാൻ ചോദിച്ചു, ഡോക്ടർ ദപ്തർഗ ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ല. ഡോക്ടർ പറഞ്ഞു, ഓ ദീപക് ഇത് കുറച്ചധികം വളഞ്ഞു പോയിട്ടുണ്ടല്ലോ. അതെ, അപ്പൊ ഞാൻ ഡോക്ടർ ചോദിച്ചു, ഡോക്ടർ വാട്ട്? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് കുഴപ്പമില്ല, നമുക്കൊരു അടുത്തയാഴ്ച ഒരു 2 ലക്ഷത്തിൻ്റെയും കൂടെ സർജറി ചെയ്യാം. അതെ, ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ഡോക്ടറല്ലേ, നിങ്ങൾ ഇതിൻ്റെ പിറകെ എന്തെങ്കിലും ഒരു സയൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ചെയ്തത്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറയാണ്, ഞാൻ സൈഡിൽ നിന്ന് നോക്കിയപ്പം ദീപകിനൊരു വളവ് കുറച്ച് ഭംഗിയായിരിക്കും, അപ്പോൾ ഞാൻ കുറച്ച് വളവ് വച്ചതാണ്. പിന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു വിവരം കെട്ട മണ്ടനാണെന്നുള്ള. അതെ, ഈ ബേട്ടാ ബലിയൻ്റെ അടുത്താണല്ലോ ഞാൻ ഇതുമായിട്ട് വന്നത്. പക്ഷേ എൻ്റെ ഭാഗത്തുകൊണ്ട് തെറ്റ്. ഞാൻ അപ്പോഴാണ് ആ ചുമരിലെ സർട്ടിഫിക്കറ്റ് ശ്രദ്ധിച്ചത്, ഡിപ്ലോമ ഇൻ ഫേസ് റീകൺസ്ട്രക്റ്റീവ് സർജറി. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു വാക്കും കൂടെ ഉണ്ടായിരുന്നു, ഞാൻ മിസ് ചെയ്തു, ഓൺലൈൻ. അതൊരു ഓൺലൈൻ ഡിപ്ലോമയാണ്. ആരാണ് ഓൺലൈനായിട്ട് സർജറി പഠിക്കുന്നത്? പിന്നെ ഞാൻ വേറെ സർട്ടിഫിക്കറ്റ് കാണാൻ തുടങ്ങി, ആരവ് ഭട്ടാചാര്യ 5A ഫസ്റ്റ് റാങ്ക് എന്ന്. ഏത് മനുഷ്യനാണ് മക്കളുടെ പ്രൊഫിഷ്യൻസി സർട്ടിഫിക്കറ്റ് ഒക്കെ പിടിച്ച് കൺസൾട്ടൻസിൻ്റെ? പിന്നെ എനിക്ക് മനസ്സിലായി പണി കിട്ടി. പിന്നീട് നമുക്ക് ഓക്കെ ആയാലല്ലേ പറ്റൂ. എൻ്റെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ കണ്ട ഉടനെ തന്നെ ഒന്ന് പറഞ്ഞു, മോനെ നീ ഇതെന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് നിൻ്റെ മുഖത്തിൽ? ഈ ലുക്കിലൊന്നും ഒരു കാര്യമില്ല, നീ നമ്മുടെ കയ്യിലൊന്നും പഠിച്ചിട്ടില്ലേ? അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇത് 5 ലക്ഷം രൂപയുടെ സർജറി ഫ്രീ ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, യെസ് വെരി ഗുഡ്, നീ നമ്മുടെ
നീ നമ്മളെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ അച്ഛൻ്റെ മൂക്കും വളഞ്ഞാണ് ഇരിക്കുന്നത്. ഈ സർജറി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആരെ നോക്കുവാണെങ്കിലും ഞാൻ ആദ്യം നോക്കുന്നത് അവരുടെ മൂക്കിലോട്ടാണ്. അവരെന്നെ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവരെൻ്റെ മൂക്കിലോട്ടാണ് നോക്കുന്നത്. ഇപ്പോൾ ഓഫീസിൽ ആരെങ്കിലും എൻ്റെ സൈഡിലോട്ട് വരുവാണെങ്കിൽ തന്നെ ഞാൻ വന്ന് പറയും, നോ 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 നോ, ഞാൻ എൻ്റെ മൂക്കിലൊന്നും ചെയ്തിട്ടില്ല. ഞാനും ജാൻവി കപൂർ നാച്ചുറൽ മലയാളി ബ്യൂട്ടീസ്. പക്ഷെ ഇത് പിന്നെ ഓഫീസിൽ പാട്ടായി. ഓഫീസിൽ പലരുടെ ജഡ്ജ്മെന്റ് കണ്ടാൽ തോന്നും നോസ് ജോബിനല്ല, ഞാൻ വേറെ ഏതോ ജോബ് കൊടുത്തോണ്ടിരുന്നപ്പോൾ പൊക്കിയതാണെന്നുള്ള. പക്ഷെ പിന്നീട് ഇത് കഴിഞ്ഞ് 1 മാസമായി, 1.5 മാസമായി. അപ്പം ഞാനിത് കുറച്ചുകൂടി ഒരു പോസിറ്റീവ് ലൈറ്റിൽ കാണാൻ ട്രൈ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പോസിറ്റീവ് സാധനം എന്ന് പറഞ്ഞാൽ എനിക്ക് ആക്ച്വലി എൻ്റെ ഓഫീസിലൊക്കെ ഭയങ്കര ഫേമസ് ആവണം താല്പര്യം ഉണ്ടായിരുന്നു. സ്റ്റാൻഡപ്പ് ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ പറയാം, നിങ്ങളുടെ തന്നെ കേസ് എടുക്കൂ. നിങ്ങൾക്ക് സ്റ്റാൻഡപ്പ് ചെയ്യുന്ന എത്ര ആൾക്കാരെ അറിയാം? ഒരു 10-20 ആൾക്കാർ ബാംഗ്ലൂരിൽ തന്നെ അറിയാം. പക്ഷെ നിങ്ങൾക്ക് നോസ് ജോബ് ചെയ്ത എത്ര സെലിബ്രിറ്റീസിനെ അറിയാം? കിം കർദാഷ്യൻ, പ്രിയങ്ക ചോപ്ര, ദീപക് മോഹൻ. ഞാൻ എന്നെ തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഇപ്പോൾ ഒരു എലീറ്റ് ലീഗ് ഓഫ് സെലിബ്രിറ്റീസിലാണ്. പക്ഷെ എന്ത് പറഞ്ഞാലും ഡോക്ടർ ദഫ്തർഗോ എൻ്റെ കൂർക്കം വലി സോൾവ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ദഫ്തർഗോ എൻ്റെ കൂർക്കം വലി സോൾവ് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ ഉറക്കം പോയല്ലോ, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ ആൾക്കാർ എന്ത് പറയും, ചിന്തിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ രാത്രി കുറെ ചിന്തിക്കാറുണ്ട്. ജോലി കിട്ടിയത് വീട്ടിലിരുന്ന് ചില്ലാന്ന് വിചാരിച്ചാൽ ഞാൻ ഇപ്പോൾ ഓവർ ടൈം വർക്ക് ചെയ്യാണ്. മനസ്സിലായില്ലേ? എനിക്കിപ്പോൾ 1 വർഷം കൂടെ വർക്ക് ചെയ്താലേ എൻ്റെ ഇൻഷുറൻസ് റിന്യൂ ആവുള്ളൂ. അതെ, ഞാൻ ഈ ബിറ്റ് തന്നെ ചെയ്യുന്നത് എന്തിനാണ്? ഈ സർജറിക്ക് വേണ്ടി പെട്ടെന്ന് കുറച്ച് ഫണ്ട് ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, ഇത് പെട്ടെന്ന് മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട്, ഭയങ്കര ക്ലോസ് ഫ്രണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, ബാംഗ്ലൂരിലൊരു ഫേമസ് ഡോക്ടറുണ്ട്, പുള്ളിയുടെ അടുത്ത് പോയാൽ മതി. ഞാൻ നോക്കിയപ്പോൾ 4.84 സ്റ്റാർ റേറ്റിംഗ് ഉള്ള 162 റിവ്യൂസ് ഉള്ള ദഫ്തർഗോ. ഞാൻ അപ്പോഴാണ് റിവ്യൂസ് ശ്രദ്ധിക്കുന്നത്. ആ 160 റിവ്യൂസിൽ 180 റിവ്യൂവും ഭട്ടാചാര്യക്കാരായിരുന്നു. അതെ, അവിടെ ഞാൻ സ്കാംഡായി. പക്ഷെ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴി 3 ആഴ്ച മുമ്പേ ഒരു ന്യൂസ് അറിയുന്നത്. ആൻഡ് ഈ ഫ്രണ്ട് അതേ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ സർജറി ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഞാനിത് എൻ്റെ ഫ്രണ്ടുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ ഫ്രണ്ട് ഒരു ന്യൂസ് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമുണ്ട്. അതായത് ഈ ഡോക്ടർ ദഫ്തർഗോവിനെ ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താക്കി. കാരണം പുള്ളി ഇതേ സർജറി ചെയ്ത വേറൊരു പേഷ്യൻറ്റ് മരിച്ചുപോയി. അതെ, അറ്റ്ലീസ്റ്റ് ഞാൻ ചത്തില്ലല്ലോ. ഞാനൊരു മെഡിക്കൽ മിറാക്കിളാണ് ഗൈസ്. I have never felt grateful to be alive. I think this surgery fixed something inside me. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഷെയിമിനെ പറ്റിയൊക്കെ, ഇതിൻ്റെ ഷെയിം ഒക്കെ ഡീൽ ചെയ്യാൻ പറ്റിയത് ഞാൻ തെറപ്പിക്ക് പോകുന്നതുകൊണ്ടാണ്. ഞാനാണെങ്കിൽ 3-4 വർഷമായിട്ട് തെറപ്പിക്ക് പോകുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ തെറപ്പിക്ക് എന്നെ വിട്ടത് എൻ്റെ അച്ഛനാണ്. My dad sent me for my first therapy. He paid for my first therapist. So I went to this therapist, a 50-year-old man, and I told him my life problems for 1 hour. And after the session, he asked me to get married, get a job and get settled because my dad was paying for therapy. I don't think he was a therapist. I think he was dad's friend with an extra couch. Dad did to me what Zuckerberg does to us every day. Gave the product for free, took all my data and showed sponsored ads also. Then I went to a good therapist. At that time I was going through a very tough time. I was going through a breakup. I was really angry at my ex. So I went to my therapist and I was like, my ex is an asshole. After the 10th session I realized that I am the asshole. After 20 sessions I realized my dad is the asshole. After 30 sessions I realized my granddad is the asshole. So now all my anger issues are resolved because I know that I come from a long line of insecure assholes. My name is Deepak Mohan. You have been wonderful. Actually എനിക്ക് ഇതിൽ നിന്നൊരു കീ ടേക്ക് അവേ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്ടറിനെ കാണാൻ പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ റെഫറൻസിൽ പോവുക. അതിപ്പോൾ എന്തിനായാലും മനസ്സിലായില്ലേ? നമ്മൾ ഒരിക്കലും ഗൂഗിൾ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടിട്ടോ, നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടിട്ടില്ലേ ഡോക്ടർമാരുടെ വാദം വരുന്നതിൻ്റെ 5 സൈൻ, വാ പക്കം വാ. അതെ, ഒരിക്കലും നിങ്ങൾ അതൊന്നും കണ്ട് പോകരുത്. കാരണം അങ്ങനെ പോയാൽ അവർ നിങ്ങളെ ഒരു പേഷ്യൻ്റ് ആയിട്ടല്ല, വെറും ഒരു കസ്റ്റമറായിട്ട് മാത്രമേ കാണുകയുള്ളൂ. ഞാനിപ്പോൾ ഒരു ഉണർന്ന ഉപഭോക്താവ് എന്ന നിലയിൽ, ഞാൻ ഗൂഗിളിൽ പോയി ഡോക്ടർ ദഫ്തർഗോയുടെ പ്രൊഫൈലിൽ 1 സ്റ്റാർ റേറ്റിംഗ് മോശം റിവ്യൂ ഇട്ടു.
അയാളത് ഡിലീറ്റ് ചെയ്തു. ഗൂഗിൾ നീയും. എനിക്ക് അറിഞ്ഞൂടായിരുന്നു എനിക്ക് ഗൂഗിളിന് എന്ത് വിശ്വാസമായിരുന്നു അറിയാമോ? തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഞാൻ സ്വർഗത്തിന്റെ വാതിൽ അടയാതിരിക്കാൻ വേണ്ടി പല പാപങ്ങളും ചെയ്യുന്ന ഇൻകോഗ്നിറ്റോ മോഡിലാണ്.